നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി ടി.എച്ച്. മുസ്തഫ സാമാന്യ വിദ്യാഭ്യാസം മാത്രമുള്ള സാധാരണ മനുഷ്യൻ, ഒരു കർഷകൻ്റെ മകൻ. അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് അമിത്ഷയ ഗണേഷ് കുമാറാണ് അന്ന് IAS കളക്ടർ, എറണാകുളം കളക്ടർ. ഇന്ന് TM ജേക്കബാണ് ജലസേന ഉപമന്ത്രി. എന്തോ ഒരു പരിപാടിയിൽ ചർച്ച കൊണ്ടിരിക്കെ കളക്ടർ എഴുന്നേറ്റ് പുറത്തു പോകുന്ന അത്രേ. മുസ്തഫ പറഞ്ഞു അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കടാ, അങ്ങനെ ഇരിക്കാന്ന് തന്നെ പറഞ്ഞു, അല്ലാതെ എനിക്ക് സാറേ ഇരിക്കാതെ. MLAയുടെ മുകളിലൊന്നല്ല കളക്ടർ, MLA ചീഫ് സെക്രട്ടറി മുകളിലാണ്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയുടെ മുകളിലാണ് ഒരു MLAക്ക് താഴെയാണ് IAS കളക്ടർ. അയാൾക്ക് ചീഫ് സെക്രട്ടറി ഉണ്ട്, ഇതിന് മുകളിലാണ് CM. പക്ഷെ പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവർണറും തമ്മിൽ ഫസ്റ്റ് ഗവർണറും സെക്കൻഡ് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്, CM ആണ്. അതിൽ പ്രസിഡന്റിന്റെ നോമിനിയാണ്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ബുദ്ധിജീവികൾക്ക് കൂടി, ഏതാണ്ട് കേരളത്തിലെ എല്ലാ ബുദ്ധിജീവികളും, കാരണം ഭരണപക്ഷം പ്രതിപക്ഷം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ബുദ്ധിജീവികൾ കൂടി ഒരു സത്യപ്രതിജ്ഞ, അത് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. ആ സത്യപ്രതിജ്ഞ ചെയ്ത് ഇത് നോക്കിക്കഴിഞ്ഞാൽ തെറ്റെന്ന് നിങ്ങൾ തിരുത്താണ്. ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിലും ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ബുദ്ധിയിലും തോന്നിയാണ്. അവിടെ ഏതൊരു യുവതിയുടെ തല കണ്ട് നിരന്തരമായിട്ട് പല സ്ഥലങ്ങളിലും അന്വേഷണം. ഒരു കളക്ടറായിരുന്നു, പിന്നീട് ഗവർണറുടെ PA ആണെന്ന്. ഗവർണറുടെ PA അല്ല, ഇനി പ്രസിഡന്റ് PA ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും എന്തെങ്കിലും ഫയൽ കൊടുത്തിട്ട് മാറി നിൽക്കണം. അവർ ഫീൽഡിൽ വരാൻ പാടില്ല. അതാണ് പ്രോട്ടോകോൾ. ഒരു CMന്റെയോ ഒരു ഗവർണറെയോ ഒപ്പം വരില്ല ഒരു PA അതിനേക്കാൾക്ക് എത്രയോ താഴെയാണ്. ഇത് ആ പെൺകുട്ടി പെൺകുട്ടി യാതൊരു ഇട്ടുക്കുറില്ല. ആ പെൺകുട്ടി ഞാൻ അറിയില്ല, കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ഇത് ലോകം മുഴുവൻ വീക്ഷിക്കുന്നതാണ്. ഈ പ്രോട്ടോകോൾ എന്നുകൊണ്ട് ഹിന്ദിക്ക് മാത്രമല്ല, ലോകത്ത് എല്ലാ രാജ്യത്തും ഉണ്ട്. ക്രമീകരണം എന്നുണ്ട്, ഏത് സ്ഥാനമാനങ്ങളുടെ ക്രമീകരണം, ഏത് ലളിതമായ ഭാഷ പറഞ്ഞാൽ ക്രമം പറയും. ആ ക്രമത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് ഗവർണർ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണല്ലോ, പ്രസിഡന്റിന്റെ നോമിനി ചെയ്തത്. തൊട്ടടുത്ത് പറഞ്ഞാൽ CM, അതിന് താഴെ പിന്നെ MLA വരുന്നത്. മന്ത്രിയുടെ പ്രത്യേക ഇതൊന്നുമില്ല. അതിൽ താഴെ ചീഫ് സെക്രട്ടറി. ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ചീഫ് സെക്രട്ടറി. അങ്ങനെയൊക്കെ ബുദ്ധിജീവികളും വലിയ വലിയ നേതാക്കളുമുള്ള യോഗത്തിൽ ആ പെൺകുട്ടിയെ ചിത്രത്തിൽ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതിനുള്ള അവസരം കൊടുത്തുകൊണ്ട്, ശരിയാണോ? IASന്റെ കോച്ചിങ്ങിൽ ബിഹേവിയർ എങ്ങനെ ചെയ്യാമെന്ന് ട്രെയിനിങ് ഉണ്ട്. ഞാൻ IAS അല്ല, പക്ഷെ ഞാൻ സിലബസ് കുറേ നോക്കിയിട്ടുണ്ട്. എങ്ങനെ ബിഹേവിയർ ചെയ്യാം എന്ന് ഒരു ക്ലോസ് കൂടി ഉണ്ട്. അവർ ആ ഫയൽ കൊടുത്തിട്ട് മാറി നിൽക്കണം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നറിയോ? അതുകൂടെ വേറെ ഏതോ ചില മുഖങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച് പോകുന്നുണ്ട്. ഒരു ലേഡി എന്താണ് മോഡൽ ഗേളാട്ടെ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. പക്ഷെ സതീശൻജിയോട് സൂക്ഷിക്കണം, ഈ പെണ്ണുങ്ങളെയൊക്കെ അധികാരം കൊണ്ട് തന്നെ പലരും വരും. അവന് കുപ്പിയിലായിരിക്കും. ഉമ്മൻചാണ്ടി പോലും ആ മനുഷ്യനെ ആയുഷത്തെ കൊല്ലിച്ചത് ആ ഒരു പെണ്ണുകാരനല്ലേ? അത് KM ജോർജ്, VC ജോർജ് പറഞ്ഞിട്ടില്ലേ? ആ മനുഷ്യനെ ഞാൻ അടുത്ത് സംസാരിച്ചില്ല ആളെ ഇതുകൊണ്ട്. ഞാനതിന് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പരിപാടിക്ക് അതിപ്പോൾ അത് പുറത്തുകൂടി തളിക്കുക. അതേപോലെ കോഴിയുടെ എല്ലാം മാംസം ഒട്ടുമില്ല, വെറും ശോഷിച്ചിരിക്കുകയാണ്. അന്ന് തന്നെ എനിക്ക് മനസ്സിലായി സാർ എന്തോ പ്രശ്നമാണ്. എന്തുവാട്ടെ, അദ്ദേഹം പെട്ടെന്ന് മരിക്കും. കാരണം ആ പെണ്ണ് കേസ് കിട്ടുന്നത് അത് കാണിച്ചു പോയില്ലേ? അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും ആ പ്രോട്ടോകോൾ എന്നുള്ള ഒന്ന് ശ്രദ്ധിച്ച് നല്ലതാണ്. ഇതുപോലെ PAമാരൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഫയലെടുത്തതിന് ശേഷം അവർ മാറി നിൽക്കണം ഒരു പരിധി വരും. അല്ല, ഇത് സ്റ്റേജിൽ CMന്റെ ഒപ്പം നിൽക്കണം. ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ നമ്മുടെ വഴിക്ക് വീഡിയോ കാണുമല്ലോ, ഒരു അരയടി പോലും വ്യത്യാസമില്ല ഇറങ്ങിയേക്കുന്നത്.
ഇത് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ കണ്ടു അവിടെ ഇങ്ങനെ നിൽക്കറിയും ഫോട്ടോ ഞാൻ ആൾക്കൂട്ടത്തിൽ പോയില്ല, ഞാൻ ഒരാൾക്കൂട്ടത്തിൽ അങ്ങനെ പോവില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും കിട്ടാതെ കിട്ടിയ ഒരു പദവിയാണ് അത്. കിട്ടിയെങ്കിൽ നമ്മളെ പിന്നെ അറിയാമല്ലോ, ഒരു 99.9% നിങ്ങൾ മുഖ്യമന്ത്രി അല്ലാഹേ. ആ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുന്നതിന് അരമണിക്കൂർ മുൻപ് വരെയും KC വേണുഗോപാലിന് ആണ് പ്രതീക്ഷിച്ചിരുന്നത്. അവസാന നിമിഷമാണ് അത് മാറിയത്. അപ്പം അതുകൊണ്ട് KC വേണുഗോപാൽ സപ്പോർട്ട് ചെയ്ത ഷാഫി പറമ്പിലിനെ ഇപ്പം മുസ്ലിം ലീഗ് ഒരു കോൺഗ്രസിൽ വേറൊരു വിഭാഗം ഒരു ഒതുക്കാൻ നോക്കുന്നു, കാണിച്ചു തരാൻ വടകരയിലൊക്കെ ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി ശരിയാണെങ്കിൽ ഞാൻ ലീഗായിട്ട് പറയണത് പുള്ളിക്കാരനെ KPC പ്രസിഡന്റ് ആക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോഴേക്കും നിയമം കൊണ്ടുവന്ന് എന്താ അറിയോ, കോൺഗ്രസിന്റെ കുഴപ്പമറിയാലോ. ഞാൻ ഒരു കാര്യം, TH മുസ്തഫയുടെ മകനല്ലേ നിങ്ങളല്ലേ, TH മുസ്തഫയുടെ മകൻ പിന്നെ ഇത് അദ്ദേഹം എല്ലാവർക്കും മന്ത്രിയായില്ലോ. മുസ്തഫയുടെ മകനും അത് എന്തുകൊണ്ടായില്ല, MLA ആയില്ല? ഉമ്മൻചാണ്ടി മരിച്ച അപ്പം തന്നെ മരിച്ച അവരുടെ അടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം MLA ആയി. മുസ്തഫയുടെ മകൻ സക്കീർ ഹുസൈന് എന്താണ് പോരാക്കുക? എന്നിട്ട് ആ സക്കീർ ഹുസൈന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ച് ഫയല് ആരെങ്കിലും സോണിയാഗാന്ധിയുടെ ഓഫീസിൽ കിടക്കാണ്. പിറ്റേ ദിവസം പ്രഖ്യാപിക്കാണ് KPCCയുടെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായിട്ട്. രാത്രി പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിൽ കുത്തി തുറന്ന് ഡേറ്റും ബർത്തിന് ഫോട്ടോ കോപ്പി എടുത്ത് അത് സോണിയാഗാന്ധി ഓഫീസിലേക്ക് അയച്ചപ്പോൾ കാരണം അറിയോ, ഇദ്ദേഹം ചാർജ് എടുക്കുക ഇനി ഒരാഴ്ച കഴിയും. ചാർജ് എടുക്കുമ്പോൾ 40 പൈസ കഴിയുന്നു. ഫോട്ടോ ഇടുമ്പല്ല, ചാർജ് എടുക്കുമ്പോഴേക്കും 40 പൈസ കഴിയുന്നു. എന്താ പണ്ട് ഈ ഫിലിപ്പൈനിൽ ഒരു തമാശയുണ്ട്. കുട്ടികൾ കരയുമ്പോഴേ, മക്കളെ നിങ്ങൾ കരയാതെ ഇരുന്നാൽ നിങ്ങളെ വൈകിട്ട് പാർക്കിൽ കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങി തിന്നുന്നത് കാണിച്ചു തരാട്ടോ. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കില്ല, ഐസ്ക്രീം വാങ്ങി തിന്ന് കാണിച്ചു തരാമെന്ന് എന്ന് പറയും പോലെ അന്ന് പ്രഖ്യാപിക്കുള്ളൂ. ചാർജ് എടുക്കുക ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും 40 പൈസ കഴിയുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുത്തില്ല. ഒതുക്കൽസ് നോക്കണം. ഒതുക്കൽസ് നമ്മുടെ ജയശങ്കർ വക്കീലും പറയല്ല. ജയശങ്കർ വക്കീൽ കണ്ടില്ലേ, മറ്റേ പിണറായി വിജയന്റെ മരുമകൻ വന്നതിന് ശേഷം അന്നും പോലും പുള്ളി പറഞ്ഞ് നടത്തി ഇതേ മുഖ്യമന്ത്രി നോക്ക്, ആൾക്കാർ കേൾക്കില്ലേ. അതിപ്പോൾ ഷാഫി പറമ്പിലിട്ട് ഉരുട്ടാണ് പല കാര്യങ്ങളോട്. അതൊന്നും വേണ്ട ജയശങ്കർ വക്കീലെ, അതൊന്നും വേണ്ട ബുദ്ധിജീവികളെ. നിങ്ങൾ മാത്രമൊന്നുമല്ല ബുദ്ധികൾ. ജയശങ്കർ വക്കീൽ ഇന്ന് 2-3 പോയിന്റ് പറഞ്ഞു. എന്നറിയോ, അദ്ദേഹം അത് കണ്ടുപിടിച്ചാണ്. മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ ഇപ്പം അറിയുന്നത് ഞാൻ പറയാണ്, ഒരുപക്ഷെ തെറ്റായിരിക്കാന്ന് പറയും. ഒരിതില്ല. അതൊക്കെ ഒരു 10 സമ്മേളനത്തിൽ പല അധിപത്യം ഞാൻ ഇത് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്, നിങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ട് പുള്ളിക്ക് പറ്റാത്ത ആളാണെങ്കിൽ മുസ്ലിം ലീഗ് ഭരണത്തിൽ ചേരില്ല. മുഖ്യമന്ത്രി KC വേണുഗോപാലും ദേവസ്വങ്ങളിൽ നിന്ന് ജയിച്ചതിന് ശേഷമാണ് ഭരണത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞറിയോ, അത് പുള്ളി കണ്ടുപിടിച്ചാണ്. അവരുടെ മനസ്സിൽ ഇപ്പോൾ പുള്ളി കണ്ടുപിടിച്ച് പറഞ്ഞായിട്ട് ഇന്ന് കണ്ട് അത് ഞങ്ങൾ കണ്ടപോട്ടെ. അതുകൊണ്ട് അപ്പോൾ ഷാഫി ആകുന്നതാണ് ഇപ്പോൾ ഉരുട്ടോടി. ഇവിടെ ഷാഫി വരുമെന്ന് കണ്ടു വേറൊരു ക്ലോസ് പറഞ്ഞു. അത് മുരളിയെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ മുരളിക്ക് ഇപ്പോൾ എന്താണ് MLA മന്ത്രി ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഒന്നും ആകാനും പോകുന്നില്ല, അറിയാം. അപ്പോൾ പുള്ളി ഒരു ക്ലോസ് പറഞ്ഞു, 2 സ്ഥാനം വേണ്ട. ഇടോ മണ്ട ശിരോമണികളെ, ഇരട്ട സ്ഥാനം വേണ്ടെന്ന് എത്രയോ വർഷം കോൺഗ്രസ് പാസ്സാക്കിയിരിക്കുന്നതാ. ഇപ്പോൾ ഇരട്ട സ്ഥാനമില്ലേ? ആർക്ക് ഇരട്ട സ്ഥാനമില്ലാത്തത്? AICCയുടെ പ്രസിഡന്റ് ഇരട്ട സ്ഥാനമല്ലേ? എന്താണ് രാജ്യസഭ മെമ്പറാണെന്ന് എൻ്റെ ഓർമ്മ, മറ്റൊരു MP അല്ല, രാഹുൽ ഗാന്ധിയില്ലേ? അങ്ങനെ ഓരോരുത്തരും ഇരട്ട സ്ഥാനമില്ലേ? ഇവിടെ ഷാഫിക്ക് ഏതാണ്ട് ഒരു സാധ്യത കിട്ടുന്നത് കണ്ടപ്പോഴേക്കും ഒരു ക്ലോസ് ഇട്ട് അവൻ പറ്റില്ല. എനിക്കിപ്പോൾ കണ്ട് വേറൊരു പിണറായിക്കെതിരെ മത്സരിച്ച ഒരു മുസ്ലിം പയ്യനുണ്ട്, അവൻ മിടുക്കാന്ന് പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ KPC പ്രസിഡന്റ് വരില്ലേ? 2 മുസ്ലിം വരില്ലല്ലോ. ഒരു മുസ്ലിം പോലും വരാൻ പാടില്ലെന്നല്ല, അപ്പോൾ 2 മുസ്ലിം വരില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞറിയോ, എല്ലാവർക്കും നീതി ലഭിക്കണമെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കാനും മനസ്സ് പറഞ്ഞ് സംസാരിക്കാനും ധൈര്യമില്ല, ആരുമില്ല. കോൺഗ്രസ് നിൽക്കുന്ന എല്ലാ നേതാക്കളും നമ്മൾ ആലുവയിൽ മറ്റേ പുള്ളിയുണ്ട്, പുള്ളിക്ക് ഒരു MLA കഴിഞ്ഞാൽ പുള്ളി തീർന്ന്.
ഇനി മറ്റ് സമുദായത്തിൽ മറ്റുള്ള കിട്ടുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ഒരു സ്ഥാനമാനം നോക്കുള്ളൂ, അല്ലാതെ സമുദായം നോക്കില്ല. അത് കുഞ്ഞാലിക്കുട്ടി തന്നെ. കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഉത്തരവാദിത്വം അറിയോ? ന്യൂനപക്ഷ പാർട്ടികളിൽ നിങ്ങൾ ലീഗുകാർക്ക് മാത്രം കിട്ടിയ പോരാ, മുസ്ലിം സമുദായത്തിന് ആനുകൂല്യം കിട്ടണം നോക്കണം, ജനസംഖ്യക്ക് ആനുപാതികമായി. അത് പിന്നോക്കിന് കിട്ടണം നോക്കണം, ന്യൂനപക്ഷം കിട്ടണം, ദളിത് കിട്ടണം. ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ വെറും മുസ്ലിങ്ങളുടെ പാർട്ടി മാത്രമല്ല. അത് നോക്കട്ടോ. ഇപ്പോൾ ഷാഫി JPC പ്രസിഡന്റ് സാധ്യമുണ്ട് കണ്ടപ്പോൾ മുസ്ലിം ലീഗ് എൻ്റെ ചരട് വലിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ മനഃശാസ്ത്രം പറയുന്നത്, എൻ്റെ പറയുന്നില്ല. അത് ഞാൻ നാളെ ഉദാഹരണം പറയും എന്തുകൊണ്ടത്. ഒരു KPC പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ഒരു CM ആയിട്ടോ ഒരു മുസ്ലിം വരെ അവർ സമ്മതിക്കില്ല, അവരിട്ടാകുകയില്ല. അവർ KPC പ്രസിഡന്റ് ആകാൻ പറ്റില്ല, മുഖ്യമന്ത്രി ആകും. അല്ല, മുഖ്യമന്ത്രി സ്ഥാനം പോയി ചോദിക്കാൻ ധൈര്യമില്ല, ആരും പേടിയാണ്. തൊപ്പിയൂരി പോട്ടെ, അത് കുഴപ്പമില്ല, ദൈവനാമം പോയി, ഇന്നലെ പറഞ്ഞതൊക്കെ പറഞ്ഞില്ല. മുസ്ലിം ലീഗ് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്താ എൻ്റെ കാരണം? നിങ്ങൾ ആ മുസ്ലിം ഇത് വാക്കുപയോഗിക്കുന്നുണ്ടല്ലേ, അതങ്ങോട്ട് മാറ്റിയപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള പോലെ അവകാശവും അധികാരവും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ ആര് ചോദിക്കാനുണ്ട്? ഈ പ്രശ്നമെല്ലാം നിങ്ങളെ ജാതിപ്പേര് ഉപയോഗിക്കുന്നില്ലേ, അതിൽ കള്ളത്തരല്ലേ. ആ ജാതിപ്പേര് ഉപയോഗിക്കുന്നത് കള്ളത്തരം ഇല്ലെങ്കിൽ നിങ്ങളത് മാറ്റി, എന്താ കുഴപ്പം? അപ്പോൾ കള്ളത്തരമുണ്ട് ആ പേര് ഉപയോഗിച്ചു. കാരണം ഹിന്ദു സംഘപരിവാർ അമ്പലത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പാർട്ടി ഉണ്ടാക്കും പോലെ നിങ്ങൾ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കാണ്. അവിടെയാണ് അപകടം, അതിനെ അപകടം. നിങ്ങളിപ്പോൾ 80 കൊല്ലം പ്രവർത്തിച്ചല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി. 80 കൊല്ലം പ്രവർത്തിച്ചിട്ട് എവിടെയാണോ ഇന്ന് ഇന്ത്യയിൽ വളർച്ച? ചോദിക്ക്. ഈ കൊച്ചു കേരളത്തിലും ഒരു തുരുത്തണ കേരളത്തിൽ 10 വർഷം കഴിഞ്ഞ് എന്തോ ഒരു ഭരണം കിട്ടി, അതാണ് നേട്ടം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിക്കുകയാണ്, CPM ചോദിക്കുകയാണ്. നിങ്ങൾ AKSL റിസർച്ച് വീണ്ടിടോ, എനിക്ക് നാണാവുകയാണ് നിങ്ങളുടെ വീങ്ങിനെ. ഞങ്ങൾക്കൂടി ചെറിയ റിസർച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ, വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 75 സീറ്റ് ഗ്യാരണ്ടിയാണെന്ന് ഞങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. 70 സീറ്റ് ഭരിക്കാനുള്ള സീറ്റ് ഓർക്കും, ബാക്കി പ്ലസ് എത്ര ഇല്ല, അത് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? 80 സീറ്റ് കിട്ടി, ഭരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഒരു വാങ്ങിയത് പത്രക്കാരും പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞു, ഇലക്ഷൻ കഴിയുന്നവരും എൻ്റെ പാർട്ടി ജയിക്കുമെന്ന് പറയാൻ ഒരു തെറ്റുമില്ല. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് പെട്ടിയിൽ വീട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ആരായാലും ഏത് വിലയിരുത്തൽ പറഞ്ഞാലും ഒരു 10% വ്യത്യാസം വരില്ല. 10% വരാം, 100% ആവില്ല. അപ്പോഴും നിങ്ങൾ ചില ചാനലുകൾ ഒരു വെളുത്ത തടിയേറിപ്പെടുക അത് പറഞ്ഞത് 100% ഉറപ്പാണ്. മുഖ്യമന്ത്രിയെ 12 വരെ വോട്ട് കൊടുത്തത്. ജനങ്ങളുടെ മനസ്സയക്കാൻ വായിക്കാൻ അറിയുകയാണെങ്കിൽ നിങ്ങൾ ആ മണ്ഡലത്തിൽ കാണിക്കുമോ? അപ്പം നിങ്ങൾക്ക് വാസ്തവഞ്ഞല്ലേ ഒരു പൊതുജന സേവകനോ അല്ലെങ്കിൽ നേതാവാനോ ഫിറ്റല്ലെന്ന് അറിയിക്കാണ്. വോട്ടുണ്ടെന്ന് തലേന്ന് അന്ന് പറയണോ 5-ാം തീയതി വോട്ടിട്ടെന്ന് പറയാം. മംഗളത്തിൽ വലിയ വാർത്ത വന്ന് ട്രിവാൻഡ്രത്ത് പന്തലിടാൻ വോട്ട് കൊടുത്തത്. കേരളത്തിലെ പിണറായിയുടെ പോലീസ് റിപ്പോർട്ട് കൊടുക്കും, അവർക്ക് അനുമതി കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ തലമുടി പോവില്ലേ? എന്താ മനസ്സിലാകുന്നത്? ഇത്രയും ജനങ്ങൾ വെറുത്ത ഒരു സാധനത്തെ ഇതിപ്പോൾ എനിക്കും അത് പലർക്കും അറിയോ, ഈ മുഖം കാണാൻ ഞങ്ങൾ ആഗ്രഹിപ്പെടുന്ന സത്യം എപ്പോഴെങ്കിട്ട് കാര്യമില്ല. ഈ പിണറായി സഹോദരൻ്റെ മുഖം TV-യിലോ അല്ലെങ്കിൽ പത്രത്തിലോ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ പറയുന്നത്. കണ്ട് മടുത്തു. എന്താണെങ്കിലും ഒരു പരിധി പിന്നെ ഇഷ്ടപ്പെടുണ്ടാവും. ഞാൻ പറയല്ലോ, സംഗീതം, പെണ്ണ്, മഴ, ഇത് മൂന്നാണ് മനുഷ്യന് ഇഷ്ടപ്പെടുന്നത്. പെണ്ണിന് ഇഷ്ടപ്പെടാത്ത ഏതൊക്കെ പുരുഷനല്ലേ? മഴ ഇഷ്ടപ്പെടാത്ത ആയാലുണ്ടോ? അതുപോലെ പാട്ടും. ഇത് അമിതമായാലോ അത്ര കണ്ട് വെറുക്കും. അത് ലോകനീതിയാണെന്ന്. ഇന്ത്യയുടെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ലോകനീതിയാണ്. അപ്പം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി AKSL റിസർച്ച് കോടാന കൂടി രൂപ കാടാതെ ഉണ്ടാക്കി ഇത് പുതിയൊരു മന്ദിരം പടുത്തുണ്ട് ആകാശം പൊട്ടെ. അവിടെയൊക്കെ റിസർച്ച് കിട്ടി പണമുണ്ട്. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പോലെയല്ല. കോൺഗ്രസ് ഒന്നുമില്ല, വ്യക്തി അല്ലേ ഉള്ളൂ. അവർക്ക് മനസ്സിലായില്ലേ കേരളത്തിലെ ജനങ്ങളുടെ മാൻഡേറ്റ്? പിന്നെ എന്തിനിടവോ നിങ്ങൾ വലിയ ബുദ്ധിജീവിയാണ്, മനഃശാസ്ത്രിയാണ്, കോപ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഈ സമുദായത്തെ 4 വോട്ടുണ്ടെങ്കിൽ 3 വോട്ട് കിട്ടുന്ന സമുദായമാണ് കേരളത്തിലെ UDF-ന് മുസ്ലിമിൻ്റെ വോട്ടെന്ന് പറയുന്നത്. അപ്പോൾ LDF-ന് നിങ്ങൾക്ക് 3% വോട്ട് ഇത്തവണ മുസ്ലിങ്ങൾ ചെയ്യില്ല. കാരണം അത്ര കണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയത് മാത്രമല്ല, BJP വരാതിരിക്കാൻ വേണ്ടി UDF ജയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ അവരെന്തുകൊണ്ട് അവർ ഹിന്ദു കാർഡ് കളിച്ചു. ഞാൻ പണ്ട് കോൺഗ്രസ്സോട് പറഞ്ഞാൽ പറയാണ്, ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് അരിയെടുക്കുമോ?
കോൺഗ്രസ് പറ്റി കുഴപ്പമാണ്, അവർ മൃദു ഹിന്ദുത്വം കാണിച്ച്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നത്? പിന്നെ അവിടെ ഉപ്പിലെടുത്താൽ പോരെ, ഇതിനെ ഉപ്പിലിട്ടെടുക്കുന്നത്. ഇപ്പോൾ ഈ പിണറായി ഇവിടെ കാണിച്ചു മുഴുവൻ ഹിന്ദുത്വം കാണിച്ച് മൃദു ഹിന്ദുത്വം തകർന്നു പോയി. 3 സീറ്റ് BJP കിട്ടി. അല്ലെങ്കിൽ ഒന്ന് ക്ഷമയോട് നിന്ന് ഞാൻ മുസ്ലിങ്ങൾ വെറുപ്പിക്കാതെ, ആരും വെറുപ്പിക്കാതെ, വെള്ളപ്പള്ളി വാക്ക് കേട്ടവർക്കാതെ നിന്ന് ഈ ഒരു 10-60 സീറ്റ് കിട്ടിയതിനെ ഒരു 4-5-3 വർഷം കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരും. കാരണം ഇപ്പോൾ ഒരേ തെരഞ്ഞെടുപ്പാണെങ്കിൽ 2029 വരും. 3 വർഷം കാത്തിരുന്നാൽ CPM അറിയാത്തവരായിരുന്നു. ഇതിപ്പോൾ തകർന്നു പോയില്ലേ? തകർന്നു പോയില്ലേ? ഇനി ബേസ്മെന്റ് ഇല്ലാത്ത അവസ്ഥയല്ലേ? എന്നിട്ട് കയറി പുള്ളിക്കാരൻ വന്നേക്കാണ്. ജനങ്ങൾ എനിക്കിപ്പോൾ ആരായാലും എന്താ, ഞാനൊരു പൊതുപ്രവർത്തകൻ, എനിക്കിപ്പോൾ ആരോട് വെറുപ്പില്ല. പക്ഷെ പൊതുജനങ്ങൾ പറയുന്നത്, വോട്ട് ചെയ്യാൻ ജനങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങളുടെ മുഖം ഇനി കാണണ്ട ഞങ്ങൾക്കെന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സഖാക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടത്. മൊയ്തീൻ പറഞ്ഞ് വിശ്വസിക്കട്ടെ, നിങ്ങൾ ജനങ്ങളുടെ മാൻഡേറ്റ് നോക്കണം. ഒരു കുഞ്ഞ് പറഞ്ഞോ പുള്ളിയാക്കാൻ പറ്റില്ലെന്ന്. ഇപ്പോഴത്തെ എല്ലാ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളും പ്രതിഷേധമായിട്ട് ഇറങ്ങാണ്, തെരുവിലിറങ്ങി. ഇപ്പൊ 3 പേര് പുറത്ത് 3 പേര് ജയിച്ചതല്ലേ? 4ാമത്തെ ആൾ തോൽക്കാണ്ട് അത് വ്യക്തിയായിട്ട് അതേ മോശമായിപ്പോയി. ആദർശപരമല്ല, വ്യക്തിയാണ് പോയി. മറ്റു ആദർശപരമായിട്ട് വ്യത്യാസം വന്നത്, അവർ ജയിച്ചു. ആദർശപരമായിട്ട് പുറത്ത് വന്ന 3 പേര് ജയിച്ചു. പക്ഷെ വ്യക്തിയായിട്ട് മോശം ആള് നിന്ന് ജയിച്ചില്ല, അത് വേറെ കാര്യം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് മനസ്സിലാകത്തെ? പിന്നെ മോഡിജി വാസ്തവത്തിൽ ടെക്നിക്കലി അദ്ദേഹം സവർണനാണ്, ഏത് മോഡി വർഗ സാധനം. പക്ഷെ അദ്ദേഹം വിവേചനാധികാരം, മുഖ്യമന്ത്രി വിവേചനാധികാരം ചോദിച്ച് പിന്നോക്ക കാർഡ് ആക്കി. അപ്പോൾ പിന്നോക്ക കാർഡ് കളിച്ച് നിങ്ങൾ കളിക്കുന്നോ? 2% ബ്രാഹ്മിൻസ്, ഇപ്പോൾ 2% ബേബിയുടെ കൊടുത്ത്. ഒന്ന് ആലോചിച്ച്, ഇത്രയും വലിയ ഇന്ത്യ മഹാരാജ്യത്ത് 2% ആനി രാജ, രാജീവ് ക്രിസ്ത്യാനി ആനി രാജ ആണ് CPI നിയന്ത്രിക്കുന്നത് ദേശീയ ലെവലിൽ. CPM ബേബിക്ക് എന്തെങ്കിലും കാര്യം വ്യക്തമായിട്ട് വായി തുറന്ന് പറഞ്ഞിട്ടുണ്ട്, പറയാണ്ട് ധന്യമുണ്ടോ? പിണറായിയുടെ മുമ്പിൽ പറയില്ല, വായി തുറക്കൂല. ഇപ്പോഴത്തെ തുറന്നു വരുന്നുള്ളൂ, പേടിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള 2% ജനസംഖ്യയുള്ള കളിച്ചത് നിങ്ങൾ എങ്ങനെയാണോ ഇന്ത്യയിൽ ഇനി ഇത്തരം കാര്യം നടത്തുന്നത്? പക്ഷെ മുസ്ലിം ലീഗ് പിന്നെ പേര് മാറ്റാതെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ന്യൂനപക്ഷമാണെങ്കിൽ 30% ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ 30% ഉള്ള ഒരു ജാതി ഇന്ത്യയിൽ വേറെ ഇല്ല, ഒരു ഗ്രൂപ്പും ഇല്ല. എന്നിട്ട് ഒരു മുസ്ലിം ലീഗ് ഉണ്ടല്ല, മുസ്ലിം പേര് ഉപയോഗിച്ചിട്ട് അവരെ നിൽക്കുക. മലപ്പുറത്ത് 5 സീറ്റ് കിട്ടി ജയിച്ച് മന്ത്രി ആ ബിരിയാണി കഴിച്ചു പോകുന്നതല്ലാതെ സമൂഹത്തിൽ ഇന്ത്യയിലെ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും മുസ്ലിം ലീഗിനെ കൊണ്ട്? കേരളത്തിലൊക്കെ, കേരളമാണെങ്കിൽ കുഴപ്പമില്ല. കേരളമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലപ്പുറമാണ് ഇന്ത്യ എന്ന്. മലപ്പുറം എന്ന് പറഞ്ഞ് അതുപോലെ 600 പോക്കറ്റുകളുണ്ട് ഇന്ത്യയിൽ. 600 പോക്കറ്റ്സ് ഇൻ ഇന്ത്യ. അതൊരു പോക്കറ്റാണ് കേരളത്തിൽ മലപ്പുറം എന്നുള്ളത്. അത് കണ്ടുകൊണ്ട് അതാണ് ഇന്ത്യ എന്ന് ധരിച്ചാൽ നിങ്ങളെപ്പോലും മണ്ടന്മാർ വേറെ ഉണ്ടോ? എത്ര കൊല്ലമായി? 1947 തുടങ്ങി പാർട്ടി 50, 100, 180 വർഷമായില്ലേ? എവിടെ എത്തി? നിങ്ങൾക്ക് എത്ര സ്ഥാനമാനങ്ങളുണ്ടായി ഇന്ത്യയിൽ? എനിക്കിതൊന്നും പറയാതെ എന്തെങ്കിലും പറഞ്ഞ് വീട് ലീഗിലേക്ക് ചെന്ന് വല്ല പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകെ എനിക്കത് താല്പര്യമില്ലെന്നേ. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്, എനിക്കത് താല്പര്യമില്ല, ആവശ്യമില്ല. നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയും. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി മമത, ഞാൻ വെള്ളം ഒഴുകിയതിന് ശേഷം അണ കെട്ടിയിട്ട് കാര്യമില്ലെന്ന് നാളെ ഹസൻ സാഹിബിനോട് പറഞ്ഞ പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ പോലെ ഇപ്പം മമതയോടും പറഞ്ഞു. മമത ഞാൻ തന്നെ രാജാവ്, ഞാൻ രാജ്ഞിയാണ്, എനിക്ക് എൻ്റെ കീഴിൽ ആരുമില്ല, എൻ്റെ തോൽപ്പി ആരുമില്ല എന്ന് പറഞ്ഞ് വീണെടുത്ത് സ്ഥലമുണ്ടോ? ഇപ്പം വേണം BJP കേന്ദ്രത്തിൽ ഇറക്കുന്നത്. എന്ത് കോപ്പോ ചേർക്കണേ? നിങ്ങൾക്ക് കൂടെ എത്ര പേരുണ്ട്? നിങ്ങളെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴ് നിങ്ങൾക്ക് അവർ സംഘടിപ്പിച്ച്, രാഹുൽ ഗാന്ധിക്ക് സംഘടിപ്പിച്ച് നിങ്ങൾ BJP വെച്ചിട്ട് എല്ലാവരും ചേർത്തൊരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ പറഞ്ഞത് മമതാജി. അപ്പം നിങ്ങളെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്ത് സങ്കരഭാവമുണ്ട്. ആ സവർണനായതുകൊണ്ടാണ്. പാവപ്പെട്ട 40% വരുന്ന മുസ്ലിം സമൂഹത്തെ പശ്ചിമ ബംഗാളിൽ നിങ്ങളുടെ ഒറ്റ വാക്ക് കേട്ട് അവരെ തകർത്ത് കളഞ്ഞല്ലേ? അവർ കംപ്ലീറ്റ് നിങ്ങൾ വോട്ട് ചെയ്ത്. അവസാനം BJP ഒറ്റ വോട്ട് ചെയ്ത് ആർക്കും ദേഷ്യം വരില്ലേ? ഞങ്ങൾ ഒറ്റ വോട്ട് മുസ്ലിം ചെയ്യലാണ്, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പറയാൻ പറ്റുമോ? ഇപ്പം എന്താ അതുമില്ല ഇതുമില്ല അതല്ലേ? മമതയെ നമ്പിയൊന്നും കണ്ട്, അതാണ് ജഗതിയുടെ ഭാഷ പറഞ്ഞാൽ, മമതയൊക്കെ നമ്പിയാൽ നമ്പുന്ന ഊമ്പുരാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വീണെടുത്ത് തലയില്ലാത്തവരുടെ പിടിയുണ്ടോ? ആ നിലയ്ക്ക് ആ പേരിൽ ഒരു പകുതി പേരെല്ലാം BJP കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു അനക്കം ഉണ്ടാവില്ല എന്ന്. സുഖമായിട്ട് അവർക്ക് അന്തസ്സായി ജീവിക്കാം.
ഇന്നത്തെ കണ്ടീഷനിൽ തെറ്റെന്തോട്ടെ മോഡിയിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമുണ്ട്. അതിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. മോഡി ഒരാളാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത് വലിയ ബലമാണത്, വലിയ ബലം തന്നെയാണത്. കാരണം പ്രതിപക്ഷം ഇല്ലാതെ ഇപ്പം അതുകൊണ്ടാണ്. പ്രതിപക്ഷം ആരാണ്? ഒരു കുട്ടി ഷർട്ട്, ഒരു കുട്ടി ഷർട്ടും കുട്ടി പാൻറ്റും ഇട്ട് വരുന്ന ഒരു നേതാവ്. ഏത് രാജ്യം ഭരിക്കാൻ പോകുന്ന ഒരു ദേശീയ നേതാവ് വരുന്ന ഒരു കുട്ടി ഷർട്ടും ഒരു ബനിയനും. ഞാൻ പറഞ്ഞു ഡ്രസ് കോഡ് ഉണ്ട് കോൺഗ്രസ് ദേശീയ നേതാക്കൾക്ക്, അതിട്ടേക്ക് വരണ്ടേ? എന്തോ ഒരു ബഹളി പിടിച്ച് പോകണത്, ബഹളി പോലെ കാണുന്നത്. ഈ കോൺഗ്രസ് മഹത്വം കണ്ടുകൊണ്ടല്ലാട്ടോ UDF 102 സീറ്റ് കൊടുത്താണ്. ഓർമ്മ വേണം, നിങ്ങളുടെ മഹത്വം കൊണ്ടൊന്നല്ല. കാരണം അത്ര കണ്ട് മോശമായൊരു ഭരണമല്ല, രീതി പിന്തുടർന്നതിൻ്റെ പേരിലാണ് ജനങ്ങൾ വെറുത്ത് അവരും താഴെ ഇറക്കാൻ വേണ്ടി മാത്രം ഇത് മാത്രമേ ഉള്ളൂ. അതൊക്കെ മാറാൻ ഒരു പ്രയാസമില്ല, ഒരു കൊല്ലം പോലും വേണ്ട. അപ്പം നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്. ലീഗാണെങ്കിൽ നിങ്ങൾ ലീഗാണെങ്കിൽ കുറച്ച് ഒതുക്കി നിൽക്കണം. സതീഷാണെങ്കിൽ സതീഷ് ഒരു പോയിന്റ് പറഞ്ഞു. സതീഷ് ഞാൻ നിങ്ങൾ പ്രതിപക്ഷ നേതാവ് ചില രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ഞാൻ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എടുത്തില്ലാതെ പോട്ടെ, എനിക്കത് വിട്ടോളയാ. ഒരു കാര്യം പറയാം, സതീഷ് വന്ദേ മാതരം പാടിയപ്പോഴേ വന്ദേ മാതരം പാടിയതിൻ്റെ കൂടി ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. അതിനെക്കുറിച്ച് താങ്കൾ ഞാൻ അറിഞ്ഞില്ല എന്നാണ്. ഒരു ചീഫ് മിനിസ്റ്റർ പറയാണ്, കേരളത്തിൽ ചീഫ് മിനിസ്റ്റർ പറയും ഞാനത് അറിഞ്ഞില്ല, ഞാൻ അറിയാതെ ചെയ്തത്. എന്താടോ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ കുറ്റവാളിത്തം? നിങ്ങളുടെ യോഗത്തിൽ അനങ്ങണമെങ്കിൽ ആര് വേണം, എന്ത് ചെയ്യണം, നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കണം. ദേശീയകാരൻ എത്ര പാടും, ആ പാടുന്നതിനൊക്കെ ബ്ലൂ പ്രിന്റോ അല്ലെങ്കിൽ കോപ്പിയോ നിങ്ങളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ PA ഏൽപ്പിക്കണം. എന്നിട്ട് ഡൗട്ട് ഇട്ടി പാടും, അത് പറ്റില്ലാത്തോണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഒരിക്കലും വന്ദേ ഭാരത വിഷയം നടക്കുന്നതാണല്ലോ. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചിടല്ലേ, അവർ പിടിച്ചിട്ട് രാഷ്ട്രീയമാണ്, അല്ലാതെ ഒരു കാര്യമൊന്നുമില്ല. വന്ദേ മാതരം പിടിച്ച് അതിനെ പറഞ്ഞാണ്, വിശ്വാസമല്ല പറയുന്നത്. ഒരു വന്ദിക്കുക എന്ന് പറഞ്ഞാൽ ആദരവ് കാണിക്കുക, ആദരവ് കാണിച്ച് തെറ്റൊന്നുമില്ല. അത് എന്തിനാ പറഞ്ഞു ഈ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല, അത് തെറ്റല്ലേ? അത് ഏതുപോലെ അറിയൂ. ഞാനൊരു പാർട്ടിയുടെ, അതായത് NSC നാഷണൽ സെക്യുലർ കോൺഫറൻസിൻ്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് വർക്ക് ചെയ്തു. അന്ന് PT റഹീമാണ് പ്രസിഡന്റ്. ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അസംബ്ലിയാണ്, തിരക്കാണ്, പിന്നെ വിളിക്കട്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം 3 ദിവസം ഒരാഴ്ച വിളിക്കുന്നില്ല. അപ്പോൾ അതെന്താണ്, മറന്നു പോയതാണ്. അത് അക്ഷരം തെറ്റാണ്. കാരണം ഒരു വൈസ് പ്രസിഡന്റ് വിളിച്ചത് മറന്നുപോയി ഉത്തരവാദിത്തക്കുറല്ലേ. ഇനി മറന്നിട്ട് ഓർത്തിട്ടും വിളിച്ചില്ലെങ്കിൽ രണ്ടും ധിക്കാരല്ലേ. വിളിക്കാൻ മറന്നു പോയതാണെങ്കിൽ അത് അക്ഷരം തെറ്റാണ്. അത് ഓർത്തിട്ട് വിളിച്ചില്ല, അതും തെറ്റാണ്. അതുപോലെ ഒരു ചീഫ് മിനിസ്റ്റർ പറയുന്നു ഞാനത് അറിഞ്ഞില്ല എന്ന്. ഇതൊക്കെ പോട്ടെ, നിസ്സാര കാര്യം. ഇപ്പോൾ വന്ദേ മാതരം പാടിക്കൊണ്ട് ആകാശമില്ല. നാളെ വലിയൊരു കാര്യങ്ങൾ നടക്കുകയാണെങ്കിലോ, അത് നടന്നു പോയതിനു ശേഷം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് അൺഫിറ്റാണ്ട്. ഒരു കാര്യം പറയാം, സതീശൻ ഞാൻ എനിക്ക് താങ്കളോട് യാതൊരു വെറുപ്പുമില്ല, പിണക്കുമില്ല. ഞാൻ ഇതുണ്ട്, ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ ഇതുപോലെ പണ്ടത്തെ പറയരുത്. ഇപ്പം നമ്മുടെ വാക്ക് പറഞ്ഞാലേ, പണ്ടല്ലേ നയം വ്യക്ത സിനിമയിൽ കോടർ പൊക്കിയാൽ പണ്ടൊക്കെ 2 രൂപയാണ്. ഇപ്പം അല്ലേ ലക്ഷങ്ങളടുത്ത് മമ്മൂട്ടി മന്ത്രിയായപ്പോൾ പറഞ്ഞ പോലെ. ഇപ്പം നിങ്ങളുടെ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ലോകം വഴി ശ്രദ്ധിക്കും, വളരെ ശ്രദ്ധിക്കണം. കൗണ്ട് 10 ബിഫോർ ആക്ഷൻ. 10 എണ്ണിയ ശേഷം കാര്യം ചെയ്യാവുള്ളൂ. പോലെ നിങ്ങളൊരു കാര്യം പുറത്തേക്ക് റിലീസ് പറയണമെങ്കിൽ 100 വട്ടം ആലോചിക്കണം, എന്നിട്ടേ പറയുള്ളൂ. ഓടിയൊന്നും പെട്ടെന്ന് ഉത്തരം പറയരുത്. നിർത്തി, അത് കുഞ്ഞാലികളില്ലേ, നിർത്തി ശ്രദ്ധിച്ച് ആലോചിച്ച് കുഞ്ഞായൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ എത്ര ആലോചിച്ച കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ പാപ്പറയാൻ പറ്റിയ ആവശ്യമില്ലാതെ വരുന്നത്. അതുപോലെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചീഫ് മിനിസ്റ്ററാണ്, സംസ്ഥാനത്തിന് 2ാമത്തെ ആളാണ്, ഭരണതലത്തിലാണെങ്കിൽ 1ാമത്തെ ആളാണ്. ശ്രദ്ധിക്കും. ഞാൻ അറിഞ്ഞില്ലാതെ ഞാൻ കണ്ടുകൊണ്ടില്ല TV-യിൽ. അതൊന്നും ശരിയല്ല കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചേ പറ്റൂ. ഇത് എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ഉദ്ദേശമൊന്നും എന്തൊക്കെയോ അത് തന്നെയല്ല. ഞാൻ ഇന്നലെ പറയുന്നുണ്ട്, ലോക്കൽ ബസ്സിൽ മാത്രമേ ഉള്ളൂ, പിന്നെ എക്സ്പ്രസ് ബസ്സിലേക്ക് ആഴ്ചയിൽ 3 ദിവസം. എന്തിനാടോ നിങ്ങൾ ഇങ്ങനെ പാടുന്നത്? എന്ത് നിയമമാണ്, എന്ത് ബുദ്ധിമുട്ടാണ്. ഈ സാധാരണ ഈ പണക്കാർ സ്ത്രീകൾക്കൊക്കെ ബസ്സിൽ പോകാൻ പൈസ ഇല്ലായിരിക്കുകയാണോ?
നിങ്ങൾ ആ നിരക്ക് അർഹതപ്പെട്ടവർ കൊടുക്കുന്നേ. വീട്ടിൽ 1000 രൂപ വെച്ച് മാസം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആസുഖം കാശ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്ക്. ഇത് ആര് നിങ്ങൾ പറഞ്ഞുണ്ടാക്കി? അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തല്ലേ? വല്ല ആത്മാർത്ഥമുണ്ടോ? ട്രാൻസ്പോർട്ട് വകുപ്പ് എന്ന് പറഞ്ഞാൽ അത് തല്ലിപ്പൊളി വകുപ്പാണ്, പൊളിഞ്ഞു പോയ വകുപ്പാണ്. ഇപ്പോൾ ഈ ഗണേഷ് കുമാർ വലിച്ചിട്ട് എന്തോ അത് ശമ്പളം കൊടുക്കണം, പക്ഷേ ശമ്പളം കൊടുക്കാറില്ല, വളരെ കുറച്ചുള്ളൂ. അങ്ങനെ വകുപ്പിൽ നിങ്ങൾ സ്ത്രീകൾക്ക് ആകെ വരുമാനത്തിൽ 50% സ്ത്രീകൾ ടിക്കറ്റാണ്. അവർക്ക് നിങ്ങൾ ഫ്രീ കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം ആത്മാർത്ഥക്കാത്തിലുണ്ട്. വൃദ്ധന്മാരെ കുറിച്ചുള്ള ഒരു വകുപ്പ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അത് പിന്നെ നമുക്ക് അവിടെ പരിഹരിക്കാം. വൃദ്ധന്മാരെന്തുകൊണ്ടും അർഹതപ്പെട്ടവരാണ്, പണം ഉള്ളായാലും വയസ്സ് ആരോഗ്യം പോയി തീർന്നില്ലേ. പക്ഷെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വികലാംഗ സ്ത്രീകൾ അതിപ്പോൾ ഉണ്ട്, പാവപ്പെട്ട സ്ത്രീകൾക്കൊക്കെ ഇപ്പോൾ ഉണ്ട്. ഈ എല്ലാവർക്കും അതായത് റേഷൻ കടയിൽ പാവപ്പെട്ട് അരി കൊടുത്തപ്പോഴല്ലോ ഒരുത്തൻ അരി വാങ്ങിയിട്ട് അരിയുണ്ട് പയറുണ്ട് ഒക്കെയുണ്ട് ഒരുമിച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് പൊടിച്ച് പട്ടി കൊടുക്കാനാണ്, അതിന് പട്ടി കൊടുക്കാനായി അവിടെ പോയി പാവപ്പെട്ട് കൊടുക്കാനുള്ള അരി. അങ്ങനെ അതുപോലെ ഈ വലിയ വീട്ടിലെ കൊച്ചന്മാർക്ക് ബസ്സിൽ പോകാൻ ഫ്രീ കൊടുക്കുന്നത് എന്തൊക്കെ ആരോടും നിങ്ങൾ അതൊക്കെയാണ് CP ജോണാണല്ലോ വകുപ്പ് എടുക്കുന്നത്. CP ജോണൊക്കെ ഒരു പിന്നെ പ്ലാനിങ് ബോർഡിൻ്റെ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നല്ലേ സാറേ. ഞങ്ങളെല്ലാ ബഹുമാനപാടും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പാസ്സാക്കുമ്പോഴേ ഒന്ന് ചിന്തിക്കണ്ടേ, സിമ്പിൾ ബുദ്ധി ഉപയോഗിച്ച്. അല്ലാതെ എത്രയോ കാര്യങ്ങളുണ്ട്. നിർത്തൃഷങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിൽ മരുന്നില്ല, അതിപ്പോൾ ഇന്ന് ഓർഡർ ഇട്ടിട്ട് മരുന്നിടാനായിട്ട്. അതിപ്പോൾ പുതുപ്പെട്ട് പേരപ്പുറം തുറക്കുന്നില്ല, പുതുമൂടിയുണ്ടോ അത് 2 മാസം 3 മാസം അത് നിന്നു. പിന്നെ അവർ സമ്പാദിക്കുന്ന കാര്യമായി. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചാൽ നിർത്താം. അതായത് എനിക്ക് ഇന്ന വകുപ്പ് വേണം എന്ന് ഒരാൾ ശാഠ്യം പിടിച്ചാൽ അത് രാജ്യം നന്നാക്കാനല്ല, അഴിമതി ചെയ്യാനാണ്. ഞാൻ ചോദിച്ചു ഒറ്റ കാര്യം ഇവിടെ എല്ലാം നിങ്ങളെല്ലാം ഗാന്ധി നിങ്ങളുടെ ആളാണല്ലോ, നിങ്ങളുടെ ദൈവമാണല്ലോ. ഗാന്ധി പഞ്ചായത്ത് മെമ്പറായിട്ടാണോ ഈ ലോകം കൂടെ അറിയുന്നത് ഇത്രയും ആൾക്കാർ സേവിച്ചത്? ജനങ്ങൾ സേവിക്കണമെങ്കിൽ അറിവ് വേണം. അതായത് യൂണിവേഴ്സിറ്റി അറിവ് മതിയായി. യൂണിവേഴ്സിറ്റി അറിവൊന്നും നിർബന്ധമില്ല, പക്ഷേ പൊതുവിജ്ഞാനം ബുദ്ധിമുട്ടാണ്. അല്ല അധികാരമില്ല. അഴിമതി ചെയ്യണമെങ്കിൽ അധികാരം വേണം. ഈ അഴിമതി ചെയ്യാനോ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇന്ന വകുപ്പ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഏത് വകുപ്പ്? ഞാൻ ഇവിടെ സേവനം എന്തൊരു ഫ്രീ ആണല്ലോ, സേവിച്ചാൽ ഇവിടെ ഇപ്പം അധികം തിരക്കില്ലാത്ത വകുപ്പിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ചില വകുപ്പാണ്. എനിക്ക് ആ വകുപ്പാണ് ഈ വകുപ്പാണെന്ന് പറഞ്ഞാൽ ഏതാൾ ചോദിച്ചാലും, കമ്മ്യൂണിസ്റ്റ് ചോദിച്ചാലും BJP ചോദിച്ചാലും കോൺഗ്രസ് ചോദിച്ചാലും ലീഗ് ചോദിച്ചാലും അത് കക്കാൻ വേണ്ടി മാത്രമാണ്. ജനം സേവിക്കല്ല. ജനം സേവിക്കുകയാണെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ട ഏത് ഏൽപ്പിച്ച് അതൊക്കെ ചെയ്തു കൊടുക്കുക. 2 പൈസക്ക് മുട്ടുസൂചി വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബിസിനസ്സുകാരുണ്ട്, സ്വർണ്ണക്കട നടത്തി പൊളിയുന്ന ബിസിനസ്സുകാരുണ്ട്. ഒരു സ്ഥലത്തും ബിസിനസ് ഇല്ല, ഒരു സ്ഥലത്തും ബിസിനസ് ഇല്ലായില്ല. അതൊക്കെ അവൻ്റെ ഭാഗ്യ യോഗം ആ ടൈം പോലെയാണ്. ഏത് വകുപ്പിട്ടിയെന്താ ആ വകുപ്പെല്ലാം ഞങ്ങൾ സേവിക്കാൻ അവസരം കിട്ടൂലേ? ജനങ്ങൾ സേവിക്കാത്ത ഒരു വകുപ്പും കേരളത്തിലില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ വകുപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് പറയാം എനിക്ക് ആ വകുപ്പാണ് ഈ വകുപ്പാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കാക്കാൻ വേണ്ടി മാത്രമാണ്, ജനങ്ങൾ സേവിക്കാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ മുമ്പിലാണ് നിങ്ങൾ ഈ പോങ്ങത്തരം കാണിക്കുന്നതൊക്കെ. മനസ്സ് അരിച്ച് കുലിച്ച് പഠിക്കുക മനഃശാസ്ത്ര വിദഗ്ധന്മാർ ലോകത്തുണ്ട്. ആ മനഃശാസ്ത്ര വിദഗ്ധന്മാർ കൂടി ഇത് കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അവരുടെ മുമ്പിലൊക്കെ നിങ്ങൾ കോട്ടയ കാണിക്കുന്നത്. എനിക്ക് ആ എല്ലാവരും പറഞ്ഞു, എല്ലാ കള്ളം മന്ത്രിമാരും പറഞ്ഞു, ഒരാൾ മാത്രമല്ല അത് വേണം ഇത് വേണമായിട്ട്. മുഖ്യമന്ത്രി വകുപ്പിനോട് മത്സരിച്ചു. അപ്പോൾ അറിയാലോ എന്ത് ചെയ്യാന്നുള്ളത്. ഇതൊന്നും നാട് നന്നാക്കാനും ജനങ്ങൾ നന്നാക്കാനല്ല, അവരെ അധികാരം പിടിച്ചു നിൽക്കാനും പിന്നീട് സമ്പാദിക്കാനും ആൾ കൂട്ടാനും പാർട്ടി വളർത്താനും അവൻ്റെ ഇമേജ് ഉണ്ടാക്കാനും മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വാക്കുകൾ ഞാൻ നിർത്താം. ഒരു രാഷ്ട്രീയക്കാരൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാതെ ചിന്തിക്കും. ഒരു രാഷ്ട്ര മീമാംസകൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കും. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വരും തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ ജീവിതം പൂർണ്ണമാകുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വരും തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം പൂർത്തിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.